ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഒരു മീറ്റപ്പും കൂടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇന്ന് സയാൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒറ്റപ്പാലത്തുള്ള ബിൽഡ പാർക്ക് ഹോട്ടലിലാണ്. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് മീറ്റപ്പും നടക്കുന്നത്. ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ ഇമ്മയൊക്കെ ഫലസ്തീൻ, ഇസ്രായേൽ, ഈജിപ്ത് അങ്ങനെ കുറച്ച് രാജ്യങ്ങൾക്കൊക്കെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവരുടെ കൂടെ പോയ എല്ലാവരും അവരുടെ ഫാമിലിയും ഒക്കെ ഇന്ന് ഈ ഹോട്ടലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കേക്ക് കട്ടിങ്ങും പിന്നെ ബാക്കി പ്രോഗ്രാമുകളൊക്കെ വരുന്നത്. ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ആണ് കേട്ടോ. ഇനി നാളത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഹോട്ടലിന് തിരിച്ച് നമ്മൾ പോകുന്നുള്ളൂ. പിന്നെ ആദ്യം ഇവിടേക്കൊന്ന് മുഴുവനായിട്ട് കാണിച്ചു തരാം. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഇവരുടെ സർവീസൊക്കെ അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഫുഡും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കിഡ്സിനാണെങ്കിലും ഇവിടെയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് വേണ്ട പാർക്ക്, സ്വിമ്മിങ് പൂള്, തിയേറ്റർ അങ്ങനെയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന സ്യൂട്ട്. 2 റൂം, പിന്നെ ഹാള്, കിച്ചണ്, ബാത്റൂം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് സയാൻ. അവനക്കിപ്പോൾ 2 വയസ്സാണ് കേട്ടോ ആകുന്നത്. അപ്പോൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമായിരുന്നു നമ്മുടെ കേക്ക് കട്ടിങ്ങും മറ്റ് പ്രോഗ്രാമും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ്, ഈ ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. സന്ദർശിക്കുകയാണ്. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ അങ്ങനെ തുടങ്ങിയുള്ള 4 രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളെ ഇപ്പ. രാവിലെ പുതിയൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഹൈദരാബാദി സാറിന്റെ പേരക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന്റെ ഒരു ആഘോഷമാണ് നമ്മളിവിടെ നടത്തുകയാണ്. നമുക്കിവിടെ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്സും പിന്നെ നല്ലൊരു ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് സൗണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഇത്രയും ആളുകളാണ് കേട്ടോ അന്ന് യാത്ര പോയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ആ ഒരു സൗഹൃദം അവർ ഇന്നും അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ താങ്ക് യു. അങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഫുഡ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു.
അങ്ങനെ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് കേട്ടോ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുറച്ച് നേരം ചിലവഴിച്ച് കിടന്നപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി, ബിൽഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി നേരെ പോകുന്നത് മലമ്പുഴയിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപേ മലമ്പുഴ കാവ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങളൊരു ട്രാവലറിലാണ് കേട്ടോ പോകുന്നത്. ഇന്നലെ അവിടെ കൂടിയ എല്ലാവരും ഉണ്ട്. അപ്പോൾ 2 ട്രാവലർ വിളിച്ചിട്ട് അങ്ങനെയാണ് പോകുന്നത്. ഇതാണ് കേട്ടോ കാവ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. ആ പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ഒരു യാത്ര. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് മലമ്പുഴയിലേക്ക് വന്നു. പക്ഷേ ഞങ്ങൾ എത്തിയ സമയം നല്ല ഉച്ച സമയമായിരുന്നു കേട്ടോ. ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ കറങ്ങി നടക്കാനൊന്നും നിന്നില്ല കേട്ടോ. കുട്ടികളൊക്കെ കൂടെ ഉള്ളതല്ലേ, പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. നിങ്ങൾ വന്ന സമയം ശരിയായില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കുട്ടികളൊക്കെ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ച് പിന്നെ അധിക നേരമൊന്നും അവിടെ നിന്നില്ല കേട്ടോ. അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ 2 ദിവസത്തെ വിശേഷങ്ങൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു സ്റ്റേ ആയിരുന്നു ബിൽഡ പാർക്കിൽ ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ നല്ല കുറേ ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ പറ്റി. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.